ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മൈൻക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിലേക്കാണ്. അപ്പോൾ നമുക്ക് റീസൺ ഗെയിം. പിന്നെ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ എൻഡ് ചെയ്ത് നമ്മൾ വീടൊക്കെ പണിയാൻ പോകുകയായിരുന്നു. പക്ഷേ നമ്മളിപ്പം നമ്മുടെ ആ ഒരു വീട് ഇതാണ്ട് ഇത്രയും പണിത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്രയും നമ്മൾ ആ ഒരു വീട് പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അകത്തോട്ട് പോയി കാണിച്ചു തരാം. ഇവിടെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു പുറകിലോട്ടൊരു ഡോറുണ്ട്. ഇവിടെ ക്രീപ്പർ പൊട്ടിയാണ്, അത് നോക്കണ്ട. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു ബെഡ്, ഇവിടെ ചെസ്റ്റ്, പിന്നെ ഇവിടെ കുറേ ഫർണസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചുമ്മാ ഒരു റൂമുണ്ട്, ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ തന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അപ്സ്റ്റേഴ്സാണ്, രണ്ടാമത്തെ നിലയിലോട്ട് പോകാം. ഇവിടെ നമുക്ക് 2 ബെഡ്, ഫർണസ് എല്ലാം ഇരിപ്പുണ്ട്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, അതും പൊട്ടിച്ച് ക്രീപ്പർ കുറച്ച് ഫുഡ് കഴിക്കട്ടെ. വില്ലേജേഴ്സിൻ്റെ ഹേബേലെടുത്ത് നമ്മൾ കുറേ ബെഡ് ഉണ്ടാക്കി, കുറേ ബ്രെഡ്. പിന്നെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇതുണ്ടാക്കാൻ പോവാണ്, ഒരു മോബ് ഫാം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാനൊരു മോബ് ഫാം ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം അതിൻ്റെ അടുത്ത് നിന്ന് AFK നിന്നിട്ട് നിങ്ങളെ ഞാനിനി അപ്ഡേറ്റ് ചെയ്യാവേ. ഇതാ വരുന്നു. ഫൈനലി ഗൈസ്, നമ്മൾ കുറേ നേരം എടുത്ത് ഈ ഒരു മോബ് ഫാം ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്കൊരു സ്പെഷ്യാലിറ്റി കാണാൻ പറ്റും, ഇവിടുത്തെ ഒരു ടൈപ്പ് ഇല്ല, അങ്ങനത്തെ ഒരു മോബ് ഫാമാണ്. ഞാൻ 2-3 മണിക്കൂർ AFK നിന്ന് നമുക്ക് ഇത്ര സാധനങ്ങൾ കിട്ടി ഗൈസ്. എൻ്റെ മോൻ ഇത് കണ്ടോ, ഒരു ഹെൽമെറ്റ്, ഇത്രയും അൺബ്രേക്കിംഗ് വണ്ണിൻ്റെ ബോ കിട്ടി, പിന്നെ പവർ വണ്ണിൻ്റെ, പിന്നെ ഈ ഒരു ചെസ്റ്റ് പ്ലേസ് കിട്ടി, പിന്നെ ഈ കുറേ റോട്ടം ഫ്ലഷ് ബോയ്, പിന്നെ 2-3 റിച്ച് വന്നപ്പോൾ നമുക്ക് ഈ റെഡ് സ്റ്റോണൊക്കെ കിട്ടി. എൻ്റെ മോനെ നല്ല എഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കൂടും ഇവരൊക്കെ വരാനായിട്ട്. ബോണ് എല്ലാം കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോന് വിച്ചൊക്കെ വന്നപ്പോൾ നമുക്ക് ഇതൊക്കെ തന്നു കേട്ടോ, ഇതൊക്കെ. പിന്നെ നമ്മൾ ഹോപ്പറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ യൂസ് വന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് വെച്ചത്. പിന്നെ ഇത് ആവശ്യം കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ഇത് അടച്ചു വെക്കാവുന്നതാണ്. പിന്നെ ഇവിടെ അപ്പോൾ നമ്മുടെ മോബ് ഫാം ഇത്രയേ ഉള്ളൂ. കുറേ നേരം എടുത്ത് 2-3 മണിക്കൂർ AFK നിന്ന്. പിന്നെ നമ്മുടെ വീറ്റ് ഫാം ഇവിടെ ഉണ്ട്. മഴയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ മൈനിങ് ഏരിയയിലോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം. അവിടെ ഞാനൊരു കാര്യം കണ്ടുപിടിച്ച് നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. നേരെ നമ്മുടെ മൈനിങ് ഏരിയയിലോട്ട് വന്നു. അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ മൈനിങ് ഏരിയ. നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? 57 ബ്രെഡും ഉണ്ട്. പെട്ടെന്ന് ബ്രെഡും കഴിച്ച്. എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാളും ഡിഫിക്കൽട്ടി ഹാർഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിച്ചൊക്കെ ചറവറ അങ്ങ് സ്പോൺ ആകുമായിരുന്നു വിച്ചൊക്കെ. പിന്നെ ഒരു ചെയിൻ ആർമർ ഇട്ടൊരു സോംബിയാന്ന് തോന്നുന്നു, ഏതാണ്ട് ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൈനിങ് ഏരിയയിൽ നിന്ന് കുറച്ച് മൈൻ ചെയ്ത് പിക്കാക്സ് പോയി. പിന്നെ 2 മണിക്കൂർ എടുത്ത് കഴിച്ച് ഇതൊക്കെ ചെയ്യാനായിട്ട്. പിക്കാക്സ് 2 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ ഇവിടെയായിരുന്നോ? അല്ല, ഇവിടെയായിരുന്നു തോന്നുന്നു. ഇവിടെ നമ്മൾ കുറച്ച് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് അധികം താഴോട്ട്. എന്നിട്ട് നമ്മൾ നേരെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ടോർച്ചുണ്ട് കയ്യിൽ, കോപ്പറൊന്നും എടുത്തില്ല. പിന്നെ നേരെ കുറേയും കൂടെ താഴോട്ട് പോയി. പിന്നെ ഇവിടെയാണ് ഇവിടെ കണ്ടൊരു വലിയ കേവ്. ഇത് കണ്ടോ? എനിക്കവിടെ ടോർച്ച് പ്ലേസ് ചെയ്യാൻ പറ്റും. കയ്യിലോട്ട് വാ. അയ്യോ, പണിപാളി. അയ്യോ, ഞാനിതെവിടെയാ? ഓക്കെ, ടീംസ് വരുന്നുണ്ട്, അവന്മാർ വരുന്നുണ്ട്, സ്കെൽറ്റനൊക്കെ വരുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യാനാണ്? മുഴുവൻ ഇവന്മാരാ. ഇവിടെ നമുക്ക് എനിക്കൊരു ഐഡിയ. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് നമ്മൾ ഇങ്ങോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാടാ വാ, വെടിവെക്ക്. എനിക്കൊരു ഐഡിയ. ഇങ്ങോട്ടാക്കിയിട്ട് അത് നടക്കൂല. അയ്യോ, അടിച്ചു ഓടാ, ചത്തടാ. നമ്മൾ റിസോഴ്സസ് എല്ലാം പെട്ടെന്ന് എടുത്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ ചത്ത്. ഗൈസ്, നമ്മൾ ഈ ഒരു കേവ് ലൈറ്റ് ചെയ്ത് എങ്ങനെയാണെന്നോ എനിക്കറിയത്തില്ല. ഞാൻ എങ്ങനെയൊക്കെയോ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടാൽ നമ്മൾ ഇഷ്ടം പോലെ ഈ കേവ് ഡീപ്പ് ലൈറ്റ് ലെവലിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ഇവിടെ ഇഷ്ടം പോലെ അയൺ, കോപ്പർ എല്ലാം ഇരിപ്പുണ്ട് ഗൈസ്. നമ്മൾ എങ്ങനെയോ ലൈറ്റപ്പ് ചെയ്ത് ഇവിടെ.
ഇഷ്ടം പോലെ ക്രീപ്പറും എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. ലൈറ്റപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഭാഗ്യം ആയിരുന്നു. പിന്നെ ഈ ഒരു കേവ് എവിടം വരെ പോകുന്നുണ്ടെന്ന് ഞാൻ കാണിച്ചു. ആദ്യം അയണെല്ലാം എടുക്ക്. അയൺ എടുക്കാതൊരു പരിപാടിയില്ല. അയൺ എടുക്കുക. ഇതിനെ നേരെ ഞാനിവിടെ എല്ലാം ലൈറ്റപ്പ് ചെയ്തു. ഇവിടെ കണ്ട ക്രീപ്പറൊക്കെ ചത്തതിൻ്റെ XP ഒക്കെയാണ് കിടക്കുന്നത്. ഈ സ്ലൈമ് ആദ്യമായിട്ട് എനിക്ക് ഈ വേൾഡിൽ ഇഷ്ടം പോലെ. നമ്മൾ ഈ ഒരു ഡീപ്പ് സ്ലൈറ്റ് കുറച്ചെടുക്കാം. എനിക്ക് ഡീപ്പ് സ്ലൈറ്റ് വേണം. ഇതന്നെ പൊട്ടാത്ത അയൺ പിക്കാക്സ് വേണം അല്ലേ? ഓ ഗൈസ്, അയണിൻ്റെ റെവീൻ. അയൺ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. നമ്മളിന്ന് പൊളിക്കും. എൻ്റെ മോനെ ഇഷ്ടം പോലെ അയണൊക്കെ അങ്ങ് വാരി കിടക്കും. എൻ്റെ റെഡ് സ്റ്റോൺ അതൊരു ചെറിയ ബഗ് വന്നതാണ്. എൻ്റെ മോനെ റെഡ് സ്റ്റോൺ. പിന്നെ അതാണ്ട് ഇവിടെ ഉണ്ട് റെഡ് സ്റ്റോൺ കിടക്കുന്ന കിടപ്പ് കണ്ടാ. ഓ, നമുക്ക് ആദ്യം കിട്ടിയത് റെഡ് സ്റ്റോൺ വിച്ചിനെ കൊന്നപ്പോഴാണ്. ഇപ്പം അവിടെ ഒന്നും കൂടെ കിട്ടി. അവിടെ കുറേ റെഡ് സ്റ്റോൺ കിട്ടി. എൻ്റെ മോനെ ഈ മൈനിങ് ഏരിയ സീന വന്നിട്ട് ബ്ലോക്ക് പോയി. പിന്നെ ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അയൺ ഡീപ്പ് സ്ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഡീപ്പ് സ്ലൈറ്റിൻ്റെ ലെവൽ അതാണ്ട് ഇവിടെ കുറച്ച് അയണുണ്ട്. ഈ ഒരു അയണും കൂടെ എടുക്കാം. വെറുതെ എന്തിനാ എല്ലാ അയണും കളയുന്നത്? ഓ, അടിയിലോട്ടുണ്ട്. അതിലോട്ട് ഇനിയുണ്ടോ ഈ സൈഡിലോട്ട്. എൻ്റെ മോനെ ഇത് ലക്ക്. ഇതെങ്ങനെയാണ് ഇത്രയും വലിയ കേവ്, ഇത്ര അയൺ? വലിയ കേവെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം നിങ്ങളും വിചാരിച്ചില്ല മറ്റേ ഭയങ്കര വലിയ കേവാന്ന്, മറ്റേ ലഷ് കേവൊക്കെ ഉള്ള പോലത്തെ കേവാന്ന്. ഇത് അതുപോലത്തെ ഒന്നും അല്ലടാ, ഭയങ്കര ചെറിയ കേവ്. അതാണ് മഷ്റൂമ്. ഇതെടുക്കാം. എന്തിനാ വെറുതെ ഇതെല്ലാം കളയുന്നത്? ഇതിൻ്റെ ഡയറൈറ്റാണ്. നമുക്കിത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മറ്റേ ചുമല മഷ്റൂമുണ്ട്, അതും നമുക്കെടുക്കാം. നമ്മൾ കയറി വന്നാൽ ഇവിടെ നിന്നാണ്. പിന്നെ നമ്മുടെ ഇവിടെ മറ്റേ വൈനൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ റീസോം ഗെയിം വരുന്നത്. അതുതന്നെയാണ്ട് ഇവിടെ കോളുണ്ട്. കോൾ അത്യാവശ്യം. അയൺ സ്മെൽറ്റ് ചെയ്യാനായിട്ടേ കോൾ അത്യാവശ്യം. ഇനി നമുക്ക് നേരെ ഇത്രയല്ലേ ഉള്ളൂ. നമുക്കിനി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. പില്ലർ ചെയ്ത് നമ്മുടെ ഈ ഒരു കേവ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേവിലോട്ട് പോകണമെങ്കിലും ഇറങ്ങണമെങ്കിലും നമുക്ക് ഈ സ്ഥലം നമ്മൾ ഓവർവേൾഡിൽ ചെന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാവേ. അപ്പോൾ നമ്മൾ നൈറ്റായിരുന്നു നമ്മൾ മൈനിങ്ങും കഴിഞ്ഞ് വന്ന്. ഓ, ഇതന്നെ പോവാൻ. ഓക്കെ, നമുക്ക് കിട്ടിയ റിസോഴ്സസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. 30 അയൺ, 38 റെഡ് സ്റ്റോൺ, 1 ഗോള്, സ്ലൈം ബോള്, പിന്നെ ഒരു ബോ. ഇതൊക്കെയാണ് കിട്ടിയത്. നമ്മുടെ ഈ ഒരു ബോളും ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് കൊണ്ട് വെക്കാം. ബോയൊക്കെ ഇതിനകത്തുണ്ട്, നമ്മുടെ മോബ് ഫാമിനകത്തുണ്ട്. ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല. പിന്നെ മോബ് ഫാമിനകത്ത് കൊണ്ട് വെക്കാം നമ്മുടെ ഈ ഒരു ബോയെല്ലാം. ബോ വെക്കാം, പിന്നെ ഈ സ്ലൈം ബോൾ വെക്കാം. റെഡ് സ്റ്റോൺ വെക്കണ്ട. അല്ല, നമുക്ക് ഈ റെഡ് സ്റ്റോൺ നമ്മുടെ 40 റെഡ് സ്റ്റോൺ. എൻ്റെ മോനെ. പിന്നെ ഇത് അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ബ്രെഡ് കിട്ടിയായിരുന്നു നമ്മൾ ചത്തപ്പത്തേക്കിന്. അറിയില്ല, ഓർക്കുന്നില്ല. നമ്മുടെ ഇൻവെൻട്രിക്കകത്തുണ്ട്. കുറച്ച് ബ്രെഡ് കഴിക്കാം. പിന്നെ നമ്മുടെ ഇൻവെൻട്രി ഒന്ന് ക്ലീൻ ചെയ്യണം. നമുക്ക് പ്ലാങ്ക് എടുക്കാവേ. കുറച്ച് പ്ലാങ്ക് എടുത്തിട്ട് ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. കുറേ ഈ വാല്യുബിളൊക്കെ വെക്കാനായിട്ടൊരു ചെസ്റ്റ് വേണം നമുക്ക്. അയ്യോ, വുഡൻ ഷവലൊന്നുമല്ല. ഷവലല്ല. ഒരു ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ചെസ്റ്റ് കയ്യിലോട്ട് എടുത്തിട്ട് നമ്മളെ 2ാമത്തെ നിലയെ കൊണ്ട് വെക്കാം. ഇവിടെ ഇരുന്ന് അത് തുറക്കാൻ പറ്റും. തുറക്കാൻ പറ്റും. ഇനി ഒരു വാല്യുബിളായിട്ടുള്ള അയണ്, ഇത്
അത് ഇത് കോള്, ഇത് കോപ്പർ, ഡീപ്പ് സ്ലൈറ്റ്. നമുക്ക് ആദ്യത്തെ ഡീപ്പ് സ്ലൈറ്റ് അല്ലേ, അപ്പോൾ അത് അതിനകത്ത് ഇരുന്നോട്ടെ. പിന്നെ ഡീപ്പ് സ്ലൈറ്റ് ഒന്നും വാല്യൂബിൾ അല്ലെന്ന് എനിക്കറിയാം. ഇനി നമ്മൾ ആ കേവിലോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുള്ളത്? അയൺ ഇങ്കട്ട്, ഗോൾഡ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇതുണ്ട് കോപ്പർ. ഇപ്പുറത്തെ പെട്ടിക്കകത്ത് വലുതായിട്ടൊന്നുമില്ല. ഈ പെട്ടിക്കകത്ത് അയൺ ഇങ്കട്ട് ഉണ്ട്, അയൺ ഷവലുണ്ട്. ഇത് ഞാൻ സോംബിയെ കൊന്നപ്പോൾ കിട്ടിയതാണ് ഈ ഒരു അയൺ ഷവല്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇതിനകത്ത് കൊണ്ടുവെക്കാം, ഈ ഒരു പെട്ടിക്കകത്ത്. ഗോൾഡ്, അയൺ ഇങ്കട്ട്, കോപ്പർ, അയൺ ഷവല് എല്ലാം ഇരിക്കട്ടെ. ഓക്കെ, പിന്നെ ഈ ഒരു ഇൻവെൻട്രിയും കൂടെ നമുക്ക് ക്ലീൻ ചെയ്യാം. നമ്മുടെ താഴോട്ട് പോയിട്ട് നമ്മുടെ ഇത് കോബിൾ സ്റ്റോണിനകത്ത് ഗ്രാവല്, മഷ്റൂം. അപ്പുറത്തെ പെട്ടിക്കകത്ത് സ്ഥലം കാണുമല്ലോ. ഉണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഗൺ പൗഡർ മോബ് ഫാമിൽ വെക്കാനുള്ള. ബ്രെഡ് വേണം. ഇത് ഓക്കെ. പിന്നെ നേരെ നമ്മുടെ ഈ ഗൺ പൗഡർ എടുത്ത് മോബ് ഫാമിൽ വെച്ചിട്ട് വരാം. ആൾക്കാർ വന്ന്. ഇത്രയും നേരം നമ്മളിവിടെ ഇല്ലാഞ്ഞോണ്ടാണ് ഗൈസ് അത് ലോഡാകാഞ്ഞാണ്. ആൾക്കാർ അടിച്ച് കൊന്നോടാ. അടിക്കടിക്കടിച്ച് അടി എല്ലാം ചതും. സ്പൈഡറോ എന്തെങ്കിലുമൊക്കെ ചതും. സ്പൈഡറും എല്ലാം വരുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഫാമാണ്. ഗൺ പൗഡർ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഗൺ പൗഡർ നമ്മളിപ്പോൾ എത്ര ഉണ്ട്? നമ്മളെ ലേറ്ററൊക്കെ കണ്ടുപിടിക്കുകയാണ് 15 ഗൺ പൗഡറിൻ്റെ പോലെ. പിന്നെ റോട്ടം ഫ്രഷ് അത്രയൊക്കെ ഉള്ളു. സോംബി അറിയൂ. ജസ്റ്റ് XP എല്ലാം പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്തവൻ ഇവനെന്നെ അറ്റാക്ക് ചെയ്തടാ. അതെങ്ങനെ? അടുത്താൾ വാ. ഓക്കെ, നമ്മുടെ മോബ് ഫാം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ അതിൻ്റെ മുമ്പ് നമ്മൾക്ക് നമ്മുടെ ഇതന്നെ അതിൻ്റെ മുമ്പ് നമുക്ക് നമ്മുടെ അയൺ ഒന്ന് സ്മെൽറ്റ് ചെയ്യാനിടാവേ. കോളെന്തി? കോള് നമ്മുടെ അടിയിലിരിക്കുക. കോളേ. നമ്മുടെ ഒബ്സിഡിയൻ ഉണ്ട് കേട്ടോ. അതൊരു വാല്യൂബിളല്ലേ. എല്ലാം കയ്യിൽ വെച്ചിരിക്കുക. എല്ലാം പറഞ്ഞ ഗ്രൈൻഡ് സ്റ്റോണൊന്നുമില്ല. അപ്പോൾ അത് അവിടെ ഇരുന്ന് ശരിയാകട്ടെ. നമ്മുടെ ഒബ്സിഡിയൻ എടുത്ത് നേരെ ഇതിനകത്ത് കൊണ്ട് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ താഴോട്ടിറങ്ങണം. നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ മുമ്പ് നമ്മുടെ മോബ് ഫാമിൽ ആരെങ്കിലും വന്നിട്ടുണ്ട്? യെസ്, വന്നിട്ടുണ്ട്. വിച്ചാണല്ലോ? അല്ല, വിച്ചില്ല, സോംബിയാണ് വന്നിട്ടുള്ളത്. സോംബി എല്ലാം നോർമലാണ്. എന്നെ അടിക്കുന്നത് സോംബിയാണ്. സോംബി എന്നെ അടിക്കുന്നുണ്ട്. അടിക്കാൻ ആർമർ കിട്ടി. സോംബിയുടെ ഫുൾ സെറ്റ് ആർമർ. എൻ്റെ മോനെ, ചെസ്റ്റ് പ്ലേറ്റ് ഗോൾഡൻ ആണ്, പക്ഷെ അത് കുഴപ്പമില്ല. എന്തായാലും നമ്മളെടുക്കും ഗോൾഡൻ ഫുള്ള്. ഇത് അയൺ ഷവല. ഈ അയൺ ഷവല സ്കൾട്ടൻ സോംബി. നല്ല സീനായിട്ട് വർക്ക് ചെയ്യുന്നു. അയൺ ഞാൻ പോവാണ്. പിന്നെ നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ പോകുന്നടാ. എൻ്റെ മോനെ, ഈ അയൺ ഷവൽ ഞാൻ വാലിബിളിനകത്ത് കൊണ്ടിട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് വീട് പണിത് മോബ് ഫാം ഉണ്ടാക്കി കുറേ നേരം എടുത്ത് നമ്മൾ ഈ ഒരു എപ്പിസോഡ് തീർക്കാനായിട്ട്. അപ്പം മൈനിങ് ഏരിയ പോയി കുറേ ഡീപ്പ് സ്ലൈറ്റ് ഒക്കെ കണ്ടുപിടിച്ച് അയൺ ഇഷ്ടം പോലെ കിട്ടി. ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച സമയം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ.